ഇനി നമുക്ക് അവിടെ യുധിഷ്ഠിരൻ്റെ രാജസൂയത്തിലേക്കൊന്ന് കടക്കാം. യുദ്ധത്തിനൊക്കെ മുമ്പാണ് ഇവർ ഇന്ദ്രപ്രസ്ഥത്തിൽ പുതിയ കൊട്ടാരമൊക്കെ പണിത് അങ്ങനെ സന്തോഷമായിട്ട് പാണ്ഡവന്മാർ പാഞ്ചാലിയൊക്കെ അങ്ങനെ താമസിക്കുന്ന ഒരു സന്ദർഭമാണ്. ഒന്നും കുഴപ്പമില്ല, ഞാൻ നേരെ ചെന്നിട്ട് ദ്വാരകയിൽ ചെന്നിട്ട് കൃഷ്ണനോട് വരാൻ പറയാമെന്ന് പറഞ്ഞു. വേഗം അവിടെ ചെന്ന് ഇവിടെ കൃഷ്ണനൊക്കെ വന്നു, എല്ലാ ഒരുക്കങ്ങളുമായി. അപ്പോൾ അശ്വമേധം നടത്തണം, എല്ലാ രാജാക്കന്മാരെയും രാജാക്കന്മാരൊക്കെ ഇദ്ദേഹത്തിൻ്റെ ആധിപത്യം സ്വീകരിക്കണം. അങ്ങനെയാണ് രാജസൂയത്തിൻ്റേത്. ആ സന്ദർഭത്തിലാണ് ജരാസന്ധനെയൊക്കെ കൊല്ലുകയൊക്കെ ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞു. ഇവിടെ വന്നു, എല്ലാവരും വന്നു. അപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ ആളാരാ? നമ്മുടെ കൃഷ്ണൻ തന്നെയാണ്. എല്ലാവർക്കും അങ്ങനെ ആദരണീയനായിട്ടുള്ള ഒരു വ്യക്തിയല്ലേ അദ്ദേഹം, കൃഷ്ണനാണ്. അപ്പം എല്ലാവർക്കും ജോലിയൊക്കെ വീതിച്ചു കൊടുത്തു. കാരണം ഒരു ദിവസം എത്ര പറയും അരി വെക്കണം, എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിന് നടത്തേണ്ടതെന്നറിയാം. 33 മാസം മറ്റോ കൊണ്ടാണ് ഇത് തീർന്നത്, ഈ രാജസൂയം. അങ്ങനെ വലിയ ഒരു മഹത്തായിട്ടുള്ള ഒരു ചടങ്ങാണിത്. അതിൻ്റെ എല്ലാം വിഭവങ്ങളൊക്കെ ആണെങ്കിൽ ശരി, രാജാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും കൊടുത്ത് ഇഷ്ടംപോലെ സ്വർണവും ബാക്കി ധനധാന്യങ്ങളും എല്ലാം കൊടുത്തു. അതൊക്കെ കൊണ്ട് കലവറയെല്ലാം നിറഞ്ഞു. അപ്പോൾ ഓരോരുത്തരെയും ഓരോ ഫിനാൻസ്, ഒരാൾക്ക് നമ്മൾ സാധാരണ സദ്യക്കൊക്കെ തന്നെ ചെയ്യില്ല, അല്ലെങ്കിൽ എന്ത് ഭക്ഷണം നടന്നാലും നമ്മൾ ചെയ്യില്ലേ, അതുപോലെ എല്ലാം ഓരോരുത്തരെയും ഏൽപ്പിച്ചു. അപ്പോഴാണ് കൃഷ്ണൻ ചോദിക്കുന്നത്, അപ്പോൾ എനിക്ക് എന്നതാ പണിയുള്ളത്, എനിക്കെന്തെങ്കിലും ഒരു പണി വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ യുധിഷ്ഠിരൻ പറഞ്ഞ് അതൊന്നും എല്ലാവർക്കും കൊടുത്തു പോയി, ഇനി ഒന്നും മിച്ചമില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഇദ്ദേഹം പറഞ്ഞു, എന്നാൽ ഞാൻ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ ഞാൻ കണ്ടത് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അന്നേരം വേഗം ചെയ്തോളാൻ പറഞ്ഞു. എന്നിട്ട് എന്നാൽ ശരിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണനും അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ടൊരു ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴല്ലേ അതേ നമ്മുടെ ഭീമൻ ആർത്തരമ്പി ഇങ്ങോട്ട് വരിക. ഉടനെ തന്നെ യുധിഷ്ഠിരൻ പറഞ്ഞു, എൻ്റെ ഭീമ ഇത് എന്താ ഇത്, ഈ കൊട്ടാരമൊക്കെ ഇടിഞ്ഞു വീഴുമല്ലോ നിൻ്റെ ബഹളം കൊണ്ട്, എന്താ ഇത്, നീ സാവധാനത്തിൽ വരാൻ പറഞ്ഞു. ജ്യേഷ്ഠനെങ്കിൽ വന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. നേരെ ചെന്നു. കാരണം ആൾക്കാരൊക്കെ വന്ന് ഇറങ്ങുന്ന ആ സ്ഥലമുണ്ടല്ലോ, കൊട്ടാരത്തിൻ്റെ മുൻപിൽ അങ്ങ് ഇറക്കണം. അപ്പം നോക്കിയിട്ടുണ്ടല്ലോ, കൃഷ്ണൻ്റെ ജോലി എന്നാണെന്നറിയോ, കൃഷ്ണൻ ഇവിടെ നിന്ന് ഈ വരുന്നവരെയൊക്കെ സ്വീകരിക്കുന്നത് പോട്ടെ, എല്ലാവരുടെയും ചെരുപ്പൊക്കെ കഴിച്ചൊക്കെ ഓർഡറിൽ അതെല്ലാം അവിടെ നിരത്തിയൊക്കെ വയ്ക്കുക. അങ്ങനെയുള്ള ആ ഭഗവാനെക്കുറിച്ച് നാം എന്ത് പറയാനാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.